ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളെ വീഡിയോസൊക്കെ നമ്മൾ നനച്ചുള്ളി സീരീസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും നനച്ചുള്ളി പണിയുണ്ട്. പിന്നെ നമുക്കൊരു ദുബായ് പെട്ടി പൊട്ടിക്കാനും പോകണം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത് നിർത്തിയത് റൂമും ഹാളിലെ ബാക്കി ജനലുകളും ഒക്കെയാണല്ലോ. അപ്പം നിർത്തിയെടുത്തുനിന്ന് തന്നെ നമുക്ക് ഇങ്ങോട്ട് തുടങ്ങാം. അതിൻ്റെ ബാക്കിയായിട്ടുള്ള ചെയ്യാനുള്ള ജനലുകളൊക്കെ നമ്മൾ രണ്ട് സൈഡിലുള്ള ഫ്രണ്ടിലുള്ള 4 ജനലൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് ഞാൻ തുറക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ 2 ദിവസം ലീവ് എടുത്തിട്ടുണ്ടായിനെ. കാരണം ഒരു 2-3 ദിവസം അടുപ്പിച്ച് നനച്ചുള്ളിപ്പണിയായപ്പോൾ പിന്നെ ആകെ മേല് വേദനയ്ക്കയിങ്ങാണ്ട് അപ്പം എനിക്ക് തന്നെ ഒരു 2 ദിവസം റെസ്റ്റ് എടുത്തു. ബറാത്തിൻ്റെ നോമ്പിൻ്റെ അന്നും പിന്നെ അതിൻ്റെ തലേ ദിവസം അങ്ങനെ ആയിട്ട് 2 ദിവസം റെസ്റ്റൊക്കെ എടുത്ത് അതിന് ശേഷമാണ് ഞങ്ങൾ ഇന്ന് പരിപാടി തുടങ്ങുന്നത് കേട്ടോ. നമ്മളെ കാക്കുപടം മെനക്കെട്ട് മുട്ടായി തിന്നാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ആള് നല്ല കിടിലം നനച്ചുള്ളി പണിയൊക്കെ നടത്തി തരുന്നുണ്ട്. അതൊക്കെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും വയ്യേ കണ്ടുനോക്കാം. ഇപ്പോൾ ഫുൾ നനച്ചുള്ളി പണിയായിട്ട് നിങ്ങൾക്ക് ബോറടിച്ചിക്കണെന്ന് എന്തായാലും നമുക്കറിയാം. എന്തായാലും ഇനി ഒരുപാട് നനച്ചുള്ളി പണി വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ വീഡിയോ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിച്ചൺ ഡീപ്പ് ക്ലീനിങ് അതൊരു 2 ദിവസം ഉണ്ടാവും. അത് ഞാനൊരൊറ്റ വ്ളോഗാക്കിയിട്ട് ഇടാട്ടോ. നിങ്ങളെ ചടപ്പിച്ചിട്ടില്ല. എപ്പോഴും ഈ നനച്ചുള്ളി പണി തന്നെ ആകുമ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചൂലേ, അതുകൊണ്ട് ആദ്യം ഇൻ്റെ കഷ്ണവും ഇൻ്റെ ബക്കറ്റിലെ വെള്ളമൊക്കെ എടുത്തിട്ട് അതിന് പരിപാടി. അപ്പം ഞാൻ അതിന് സമ്മതിക്കണില്ല എന്ന് കണ്ടപ്പോൾ പ്രതിഷേധവുമായി ആൾ രംഗത്തിറങ്ങിക്കണം കേട്ടോ. വേറെ കഷ്ണം ഒപ്പിച്ചിക്കണ്, വേറെ ബക്കറ്റിൽ ഓൻ തന്നെ അകത്തെ ബാത്റൂമിൽ നിന്ന് പോയിട്ട് വെള്ളം എടുത്തോളാം നിൽക്കണം കേട്ടോ. എന്നിട്ടാണ് പരിപാടി. പിന്നെ നമ്മൾ മുന്നിക്ക് 2 ചെയർ വാങ്ങിയത് ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടേനി. ചിലരൊക്കെ പറഞ്ഞു നല്ല ഭംഗിയുണ്ട്, ചിലർ പറഞ്ഞു എന്തിനാ ഈ വൈറ്റ് വാങ്ങിയത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടേനി കേട്ടോ. ഞാൻ സിറ്റ് ഔട്ടിൽ കുഞ്ഞുട്ടിക്കും ഇടാൻ ആഗ്രഹം പറ്റിയ ആ ഒരു ബെഞ്ച് ഉണ്ടല്ലോ സിറ്റ് ഔട്ടിലിരുന്ന്, അതാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതിപ്പോൾ വാങ്ങിയിട്ട് കാര്യമില്ല. നമുക്ക് അടിപ്പണിയൊക്കെ അടി ടൈലൊക്കെ ഇട്ടതിന് ശേഷം അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതിപ്പോൾ വാങ്ങിയില്ല. ചെയർ ഞാൻ താൽക്കാലികം ഇവിടെ ഇടാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ ഒരു റൂമിലെ മേശയല്ലേ, ആ വൈറ്റ് വാൾപേപ്പറൊക്കെ ഒട്ടിച്ച മേശയല്ലേ, ആ മേശക്ക് മജയിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ ഇടാലോ, ആ ഒരു രീതിയിൽ അങ്ങോട്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി മനസ്സിൽ കണ്ടുകാണ്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. പിന്നെ എല്ലാവരും വൈറ്റ് ആയതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. വൈറ്റ് വാണ്ടില്ലേനും സിറ്റ് ഔട്ട് ആകുമ്പോൾ എപ്പോഴും പൊടിയൊക്കെ ആവില്ലേ, അപ്പോൾ അത് വിചാരിച്ചിട്ടോ. അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അകത്ത് അവിടെ ഇടാലോ. ഏത് കനല്ലാത്ത കസേരയാകുമ്പോൾ നമുക്ക് എവിടെയും വേണമെങ്കിൽ വലിച്ചുകൊണ്ടിങ്ങാണ്ട് ഇട്ടുകാണ്ടൊക്കെ ഇരിക്കാമല്ലോ. ആ ഒരു രീതിയിൽ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ ഞാൻ. പിന്നെ ഇപ്പം എന്താണാവോ, ആരാണാവോ വല്ല വൈറ്റ് കളറിൽ വല്ല കൈവശം നിൽക്കണോ. എനിക്കെല്ലാവരും വൈറ്റുമൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ കണ്ടു പോവുക അതെന്താണെന്ന് എനിക്കറിയില്ല. ഒരു ഭയങ്കര വെളിച്ചമൊക്കെ കിട്ടൂലേ വൈറ്റ്, അതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. ഇപ്പം എല്ലാവരും വൈറ്റ് സെലക്ട് ചെയ്യാനാണ് എനിക്കൊരു വലിയൊരു ഇഷ്ടം. അതേപോലെ തന്നെ ജനൽ വൈറ്റ് ആയ സമയത്ത് എല്ലാവരും പറഞ്ഞു ഇനി ക്ലീൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായി, കാരണം എന്തിനാ വൈറ്റ് തിരഞ്ഞെടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനി കേട്ടോ. അപ്പം ജനൽ വൈറ്റ് ആക്കിയത് എന്താണെന്ന് വെച്ചാൽ അതും എനിക്ക് ഇതേമാതിരി തന്നെ കാണാനുള്ള രസത്തിന് വേണ്ടി ആക്കിയതാണ്. പക്ഷെ അത് ജനൽമ അധികം അങ്ങോട്ട് പൊടിയൊന്നും തങ്ങി നിൽക്കണ ആ ഒരു ടൈപ്പ് അല്ല കേട്ടോ. ഒരു ഗ്ലേസിങ് ഉള്ള ആ ഒരു രീതിയിൽ ആയതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പൊടിയൊന്നും തങ്ങി നിൽക്കണമെന്നില്ല. അത് ഇനി പുതിയതായിട്ട് എൻ്റെ തോന്നലാണാവോ. എന്നാലും ഇപ്പോൾ 6-7 മാസമൊക്കെ ആയില്ലേ. ഞാൻ പിന്നെ അങ്ങനെ എപ്പോഴും ഭയങ്കര ക്ലീനിങ് ഒന്നും ചെയ്യണ ആളല്ല കേട്ടോ. ജനലും വാതിലൊക്കെ മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ തുറക്കുക, അങ്ങനത്തെ നല്ല 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 ഇതൊന്നും എനിക്കില്ല. ക്ലീനിങ് ഭയങ്കര ഇഷ്ടമാണ്. അത് വിചാരിച്ചെങ്ങാണ്ട് അത് ഫുൾ ടൈം എപ്പോഴും ക്ലീൻ ചെയ്ത് നടക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളെ മേശ ഞാൻ തോത്തി തുറക്കാൻ കേട്ടോ. ജനിക്കുട്ടനെ തല മുട്ടി വെച്ചാണ് കേട്ടോ ആ കേട്ടത്. എന്തായാലും ഒരു വലിയ വേദന ഒന്നും ആയില്ല. ഗ്ലാസിന്റെ ഭാഗത്ത് മുട്ടിയതുകൊണ്ടാണ് ഇങ്ങനെ ഭയങ്കര സൗണ്ടും ആയത് കേട്ടോ. ഞാൻ അതിന്റെ ചുവട്ടിലിരുന്ന് ഇങ്ങനെ തുടച്ചപ്പോഴേ എന്നോട് ഇങ്ങനെ പറയേന്, ഉമ്മ തല മുട്ടി വിട്ടോ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഗ്ലാസ് എടുത്തോണ്ട് നിൽക്കണീൻ്റെ ഇടയ്ക്ക് ഓനൊരൊറ്റ പൊന്തല്ലേരും. അതിൽ ഓൻ്റെ തല മുട്ടിയതാണ് കേട്ടോ. അപ്പൊ ഇനി ഈ കസേരകളൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. ഞാൻ നല്ലപോലെ വെള്ളം പീഞ്ഞിട്ട് ആണ് കേട്ടോ തുടക്കണത്. പൊടിയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ഇത്തിരി ചെറിയ രീതിയിലൊന്ന് നനച്ച് തുടക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മള് വീട്ടിക്ക് ഫർണിച്ചറുകളും എന്ത് സാധനം തിരഞ്ഞെടുക്കുകയാണെങ്കിലും ഈ അധികം കൊത്തുപണികളൊന്നും ഇല്ലാത്ത കുറച്ചൊക്കെ പ്ലെയിൻ ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കുക കാരണം നല്ലത്.
അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ പൊടികളൊക്കെ ഇരുന്ന് ക്ലീൻ ചെയ്യാനൊക്കെ നമുക്ക് നല്ല പണിക്കാരം. ക്ലീൻ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഇതാണ് കേട്ടോ. ഭയങ്കര ഇങ്ങനെ കുറേ നുള്ളുരുമ്പ് കൊത്തുപണികളൊക്കെ ഉള്ളതൊക്കെ ആണെങ്കിൽ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നടക്കാൻ കുഴപ്പമൊന്നും എന്താണ് ഇഷ്ടമുള്ളവർക്ക് അതൊന്നും വലിയ കുഴപ്പമില്ല. അപ്പം ഞാൻ ഒരിത്തിരി വെള്ളം നനച്ചിട്ടാണ് തുടക്കുന്നത്. ചിലരൊക്കെ ഫർണിച്ചറൊക്കെ നല്ലോണം വെള്ളം ഒഴിച്ച് കേക്ക് തുടക്കണമൊക്കെ കാണലുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെയൊന്നും ചെയ്യണില്ല. കാരണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ആ ഒരു ഇത് കുറയും. എന്താ പറയുക, ഇതിൻ്റെ ലൈഫ് കുറയും. നമ്മൾ ഫർണിച്ചറുകളൊക്കെ നല്ല വെള്ളം മുക്കിയൊക്കെ ഇതാക്കുമ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പം നമ്മൾ നഷ്ടപ്പെടുത്താൻ എളുപ്പമുണ്ടാവും. പക്ഷേ അങ്ങനത്തെ ഒന്ന് പിന്നീട് നമുക്ക് തിരിച്ചു പിടിക്കാൻ വലിയ വില കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോ ഓരോ കസായ കഴുകി തുടച്ച് കഴിയുമ്പോഴും ആ ക്ലോത്ത് നല്ലപോലെ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് നല്ലോണം പിഴിഞ്ഞിട്ട് ചെറിയ നനവിലേ ഉള്ളൂ കേട്ടോ ഞാൻ തുടച്ചെടുക്കണം. വലിയ നനവിലൊന്നും തുടച്ചു കൊടുക്കുന്നില്ല. പിന്നെ അല്ലാതൊന്നും തോത്തി തുടച്ചെടുത്തിട്ടില്ലെങ്കിൽ ആ ഒരു മനസ്സിലടത്തിയൊരു ഫീൽ കിട്ടൂലല്ലോ. അപ്പം അതുകൊണ്ട് ചെറിയ രീതിയിലൊന്ന് തോത്തി തുടക്കാം കേട്ടോ. അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യല്? ഫർണിച്ചറൊക്കെ നല്ല വെള്ളം ഒഴിച്ചിട്ടാണോ തുടക്കല്? നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുകൊണ്ടിട്ടോ. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമന്റ് ചെയ്താൽ മറക്കരുത് കേട്ടോ. ഇനിയിപ്പം ഒന്നുമില്ലെങ്കിൽ ഒരു ഹാർട്ടെങ്കിലും കമന്റ് ഇടുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. സേനക്കുട്ടനെ അതിൻ്റെ ഇടയ്ക്ക് ഇന്നേറ്റൊന്നും ഉടക്കിയിരിക്കണം കേട്ടോ. അതാണ് ഇപ്പോൾ ഈ സമയത്ത് സേനക്കുട്ടനെ കാണാത്തത്. കാരണം ഓന് വെള്ളം കൊണ്ടുവന്ന് നല്ലപോലെ തുടക്കാൻ വേണ്ടി നിൽക്കുന്നു കേട്ടോ. അപ്പം അതിന് ഞാൻ അയക്കായിട്ട് ഞാൻ തന്നെ വെള്ളം ഇല്ലാതെയാണ് കൊണ്ടുവന്ന് തുടക്കണത് കേട്ടോ. വെള്ളം കണ്ടാൽ ഓന് ദിമ്മക്കൊക്കെ വെള്ളം എടുത്ത് വെച്ചും. അപ്പം അതിന് അയക്കാഞ്ഞിട്ട് ഞാൻ എന്നേറ്റ് ചെറുതായിട്ടൊന്ന് കുറുമ്പാട്ടി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തുടച്ചെടുക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. കസേരയൊക്കെ തുടച്ച് ഞാനിതാ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കണം കേട്ടോ. അപ്പം ഇനി നമ്മളെ മേശ നിൽക്കുന്ന ആ ഭാഗം കൂടി ഒന്ന് തുടച്ച് ലെവലാക്കി എടുക്കണം. മേശ പിന്നെ ഞാൻ അവിടെ തന്നെ വെച്ചിട്ടാണ് അങ്ങനെ തുടച്ചിരിക്കുന്നു കേട്ടോ. മറ്റേ ഞാൻ ആ മേശ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചിടലുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ എനിക്ക് വലിച്ചിടാനൊന്നും തോന്നണില്ല. കാരണം അന്ന് തന്നെ വലിച്ചിട്ടിട്ട് ഊരൻ്റെ നെട്ടും പോയിട്ടൊക്കെ ഒന്ന് ഇളകിയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഇനി വെറുതെ ആ പണി എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ തന്നെ ഇട്ടുകൊണ്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ചെയറൊക്കെ വെച്ചാൽ അതിൻ്റെ അടിയിൽ കൂടെ തുടച്ചെടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടേക്കാരം. അപ്പം അതുകൊണ്ട് കസേരയൊക്കെ കൊണ്ട് നിൽക്കുന്നതിന് മുന്നേ വേഗം ഒന്ന് തുറക്കട്ടെ. അപ്പം ഇങ്ങനെ തുടച്ചിട്ട് പിന്നെ നമുക്ക് നമ്മളെ കസേരയൊക്കെ ഒന്ന് കൊണ്ടുവന്ന് വെക്കാം കേട്ടോ. അപ്പം അതും കൂടി കഴിഞ്ഞാൽ നമ്മളെ ഹാളിലുള്ള സംഗതികളുടെയൊക്കെ ഏകദേശം ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ബാത്റൂം ഉണ്ട്. ബാത്റൂം ക്ലീൻ ചെയ്യണതൊന്നും ഞാൻ കാണിച്ചു തന്നില്ല. പക്ഷെ എന്നാലും ഞാനൊരു ചെറിയ രീതിയിൽ കാണിച്ചു തരാം കേട്ടോ. ഞാൻ പിന്നെ ബാത്റൂമിൻ്റെ സ്മെല്ലിന് വെക്കണ ഒരു സാധനമൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. സെനുക്കുട്ടന് നമ്മളപ്പം കൂടീൻ്റെ ഇതാണ് കേട്ടോ കാണുന്നത്. സിറ്റ് ഔട്ടിൽ അതാ ഒരു തല വെള്ളം ഇവിടെ ഇതാ ഈ പോണ വഴിക്കലൊക്കെ വെള്ളം ആളാക്കിയതാണ് കേട്ടോ. അപ്പം ഈ ഹാളിലെ ബാത്റൂമും കൂടി ക്ലീൻ ചെയ്താൽ മൊത്തത്തിലുള്ള നമ്മൾ നനച്ചുൽപ്പണി പരിപാടികൾ തീരും കേട്ടോ. ബാത്റൂം മുഴുവനായിട്ടൊന്നും ക്ലീൻ ചെയ്യണേ ഞാൻ കാണിച്ചു തരുന്നില്ല. അല്ലെങ്കിൽ തന്നെ എനിക്കൊരു ചീത്തപ്പേരുണ്ട്, ബാത്റൂം ഒഴികെ ബാക്കി എല്ലാതും വീഡിയോയിൽ ഉണ്ടാവും എന്നുള്ളത്. അപ്പം നമ്മളത് ഡേ മൈ ലൈഫ് വീഡിയോസ് ആണല്ലോ. അപ്പം ചിലരെന്നെ കാണുമ്പോഴേ കളിയാക്കി ഇങ്ങനെ പറയേ അത് ഒരു തമാശ രീതിയിൽ പറയുന്നതാണ് കേട്ടോ. അപ്പം ആദ്യമൊക്കെ എനിക്കൊരു തമാശ രീതിയിൽ പറയുമ്പോഴും ഭയങ്കര ഇതാവും കേട്ടോ. അപ്പം ഞാൻ അത്രക്ക് ചെയ്യുന്നത് വല്ല തെറ്റാണോ ഇങ്ങനെയൊക്കെ എന്നുള്ളതിൽ ഞാൻ ഭയങ്കര ഡിപ്രഷനാവും. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ഇതാവില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്താ തമാശയിൽ പറഞ്ഞാലും സീരിയസ്ലി പറഞ്ഞാലും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഞാനൊരാൾക്ക് ഉപദ്രവം ചെയ്യണില്ല എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കണത് കേട്ടോ. കാരണം നമ്മൾ വീഡിയോ നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങൾ, നമ്മൾ കുക്കിങ് അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ളവർക്ക് നമ്മൾ വെച്ചുണ്ടാക്കി കൊടുക്കുന്നതും അതേപോലെ ഞാൻ വീട്ടിൽ ചെയ്യുന്ന ക്ലീനിങ്ങും അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ വല്ല ക്ലീനിങ് മോട്ടിവേഷൻ ആയിട്ടോ എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ആയിട്ടോ എന്തെങ്കിലും ഒരു ചെറിയ തുമ്പും വാലും നമ്മളെ വീഡിയോ ഒന്ന് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളെ കമൻസ് നല്ല നല്ല കമൻസ് കാണുമ്പോൾ ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. അപ്പോൾ അത് പിന്നെ ചെറിയൊരു വരുമാനം കിട്ടുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുള്ളൊരു കാര്യമാണ് ഞാനീ ചെയ്യുന്നത്. അപ്പം അതിലിപ്പോൾ നെഗറ്റീവ് പറയുന്നവർക്ക് അങ്ങനെ പറയാം. ആ ഒരു രീതിയിൽ അങ്ങനെ ഞാൻ എടുക്കലുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഇടങ്ങേറായിരുന്നു. ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്ത് ഭയങ്കര ഞാൻ സ്വന്തമായിട്ടിരുന്ന് കരയലും ഇതാകലും. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഞാൻ ആ ഒരു
അത് ആ ഒരു രീതിയിൽ അങ്ങോട്ട് വിടും. ഒരു തമാശ പറഞ്ഞാൽ അത് ചെറിയ ചിരിയിൽ ഞാൻ അങ്ങോട്ട് ഒതുക്കും, അത്രേ ഉള്ളൂ. അപ്പം ബാത്റൂം ഉള്ളു നമ്മൾ അധികം കാണിക്കാത്തത് എന്നാണ് പോലും പറഞ്ഞത് കേട്ടോ. അപ്പം ആ ഒരു രീതിയിൽ എടുത്താൽ മതി. അപ്പം ഞാൻ ബാത്റൂമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് പൈപ്പുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ടേനു. അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ നമ്മൾ ചുമരൊക്കെ ഉരക്കണത് ഞാൻ എന്നാള് മറ്റേ ആകാരോന്റെ സ്ക്രബ്ബർ വെച്ചിട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തന്നല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതൊന്നും ഉൾപ്പെടുത്താഞ്ഞത്. അപ്പം ബാത്റൂമിന്റെ ജനലും ഒക്കെ ഒന്ന് തുടച്ച് നനച്ചുള്ളിപ്പണി കംപ്ലീറ്റ് ആക്കി. അപ്പം എല്ലാവരും കംപ്ലീറ്റ് ആക്കിയ സ്ഥിതിക്ക് നമ്മളെ വാതിൽ മാത്രം എന്തിനാ ബാക്കിക്കണേ. അപ്പം ഇനി വാതിലിനും കൂടി ഒന്ന് തുടച്ച് കുട്ടപ്പനാക്കി എടുക്കട്ടെ കേട്ടോ. ഈ അകത്തെ ബാത്റൂം പുറത്തെ ബാത്റൂമിന്റെ മാതിരിയല്ല കേട്ടോ. പുറത്തെ ബാത്റൂമിൽ ഇനിയിപ്പോ അങ്ങനെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, കാരണം നല്ല എയർ സർക്കുലേഷൻ കിട്ടുമല്ലോ. പുറത്തെ ബാത്റൂമിലാവുമ്പോൾ എങ്ങനെ ആയാലും വായു സഞ്ചാരം നല്ല പോലെ ഉണ്ടാവും. പക്ഷെ അകത്തെ ബാത്റൂം നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്താലും ഒരു ചെറിയ സ്മെല്ലായി ഇങ്ങനെ ഉണ്ടാവൂലേ. കാരണം ആ ഒരു ജനലിന്റെ ഹോള് മാത്രമല്ലേ ഉള്ളൂ അതിനൊരു വായു സഞ്ചാരം നടക്കാൻ. അപ്പൊ ഞാൻ ആ ഒരു ബാത്റൂമിൽ വെക്കല് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാക്കി വെക്കലാണ് കേട്ടോ. ബാത്റൂമിൽ മറ്റേ നല്ല ഫ്രഷ് സ്മെല്ല് വരാനുള്ള പല സംഗതികളൊക്കെ ഉണ്ട്. പക്ഷെ അത് അതിനേക്കാളൊക്കെ കൂടുതൽ എനിക്ക് പിന്നെയും കുറച്ച് കാലമൊക്കെ നിൽക്കുക നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ഇതേപോലെ ഒരു സ്മെല്ലിന് ഒരു സാധനം ഉണ്ടാക്കി വെക്കുന്നതാണ്. അപ്പൊ ഞാൻ ഇത് 2-3 പ്രാവശ്യമൊക്കെ ഞാൻ ചെയ്തിരിക്കണം കേട്ടോ. അപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ പുതിയ ഉപ്പൊക്കെ എടുത്തതാണ്. ഉപ്പാണ് കേട്ടോ ഞാൻ ഇട്ടത്. എന്നിട്ട് പൈക്ക് ഒരു 3-4 ഗ്രാമ്പും ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഇങ്ങനെ ഡിസൈനിൽ വെക്കണം എന്നൊന്നുമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ നിട്ടാൽ മതി. എന്നിട്ട് പിന്നെ അതിക്ക് കംഫേർട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ഒരു 1-2 ആഴ്ച നല്ല സ്മെല്ല് തരും കേട്ടോ. അത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഇതിക്ക് തന്നെ ഇതിന്റെ ഉപ്പൊന്നും മാറ്റുന്നില്ല, വീണ്ടും കംഫേർട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആ കംഫേർട്ടിന്റെ സ്മെല്ല് കഴിയുമ്പോൾ വീണ്ടും കംഫേർട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതാണ് പിന്നെയും കുറച്ചൊക്കെ സ്മെല്ല് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇത് പിന്നെ നമ്മളെ ബാത്റൂമിന്റെ ഏതെങ്കിലും ഒരു മൂലൊക്കെ വെള്ളമാവാത്തോടത്ത് കൊണ്ടുപോയി വെച്ചാൽ മതി. കുറച്ച് ദിവസം നല്ല സ്മെല്ല് ഉണ്ടാവും, അത് കഴിഞ്ഞ് എന്തായാലും ഇതിന്റെ സ്മെല്ല് നിൽക്കും. കാരണം ഇങ്ങനെ ഇത് ഹോൾ ഉണ്ടായതുകൊണ്ട് സ്മെല്ല് എന്തായാലും ഇങ്ങനെ പുറത്ത് വരുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിന്റെ സ്മെല്ല് ഇതാവും. ഇതാ ഞാൻ പറഞ്ഞത്, ഇതേ മലക്കത്തെ സാധനങ്ങളെ എന്തിനു ജസ്റ്റ് ഒന്ന് ഹോൾ ഇട്ടിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. പക്ഷെ ഇതൊക്കെ ഒരു കുറച്ച് ദിവസം സ്മെല്ല് ഉണ്ടാവും, അത് കഴിഞ്ഞാൽ ഇത് പോകും. എനിക്ക് തോന്നുന്നത് അതിലാറെ ഒന്നുകൂടി നല്ല സ്മെല്ല് നമ്മളെ കംഫേർട്ടിന്റെ സ്മെല്ലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അതിന്റെ മാത്രം തോന്നലാണോ അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ അങ്ങനെയാണ് ചെയ്യല് എന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നുള്ളൂ കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിൽ ബാത്റൂമിൽ സ്മെല്ലിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വെക്കണവരുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ടിപ്സ് ഒക്കെ വല്ലതും ഉണ്ടെങ്കിൽ ദയവായിട്ട് കമന്റ് എഴുതി അറിയിക്കുക. എനിക്ക് ഈ ഒരു ടിപ്പ് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നമുക്ക് പലരും ചെയ്യണത് എന്താണെന്ന് വെച്ചെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം നമ്മൾ പെരയിലെത്തിക്കണം കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ അന്നല്ല നമ്മൾ പെരയ്ക്ക് പോയത്, തലേ ദിവസമാണ് കേട്ടോ. പക്ഷെ ഞാനത് ഒരു ചെറിയൊരു വ്ളോഗ് ആക്കിയാണ് ഇതിൽ ഉൾപ്പെടുത്തി എന്നുള്ളൂ കേട്ടോ. അപ്പൊ ഒരു ദുബായ് പെട്ടി വന്നിക്കണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം നമ്മളെ ആങ്ങളെ അയച്ച സാധനങ്ങളാണ് കേട്ടോ. ഓൻ വന്നിട്ടില്ല, ഓൻ പോയിട്ട് ഒരു വർഷമായി. അപ്പോൾ നാട്ടിൽ പോരുന്നോടുള്ളടുത്ത് കുറച്ച് സാധനങ്ങൾ കൊടുത്തയച്ചതാണ് കേട്ടോ. അപ്പൊ അത് വന്നിട്ടുണ്ട്. ഇനി വന്നിട്ട് കുറച്ച് ദിവസമായി, ഒരാഴ്ചയായി. ഇമ്മ ഇഞ്ഞ കാത്ത് നിൽക്കേനെ കേട്ടോ അതൊന്ന് പൊട്ടിക്കാൻ. എന്റെ ഒരു വെയിറ്റ് നോക്കണേ, ഒരാഴ്ചയായി ഇമ്മ ഇതിന് വണ്ടിന്റെ കാത്ത് നിൽക്കണേ. ഞാൻ ഭയങ്കര ബിസിയല്ലേ. അതൊന്നല്ല കേട്ടോ, ഇമ്മയും ഭയങ്കര ബിസി ആയിരുന്നു, പിന്നെ ഞാനും ഭയങ്കര ബിസി ആയി. അപ്പൊ ഉമ്മ ഇജൊന്ന് വന്നതൊന്ന് പൊട്ടിച്ച് കൊണ്ടുപോക്കെ വെച്ചാണ്ട് ഉമ്മനിക്കുന്ന 2 ചീത്ത കിട്ടിയപ്പോ പിന്നെ ഞാൻ പോയതേനി കേട്ടോ. അപ്പം ചെന്ന് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒക്കെ ഒന്ന് പൊട്ടിച്ചണതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ ഞാന്. അപ്പം കുഴിയിൽ പോകുമ്പോ എല്ലാവർക്കും ആ കൃഷിയും കാര്യങ്ങളൊക്കെ കാണാനാണ് വലിയ താല്പര്യം. പക്ഷെ അന്ന് പോയെന്ന് എനിക്ക് പുറത്തുകൂടെ ഇറങ്ങാനും കൃഷി എടുക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാല് നമ്മള് പോയത് ഒരു 5 മണിയൊക്കെ ആയ സമയത്താ, വൈകുന്നേരം ആവാനായിന്. പിന്നെ രാത്രിക്ക് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ പോന്നിട്ടുണ്ടേനി, കാരണം പിറ്റേന്ന് കുഞ്ഞുട്ടിക്ക് പണിയൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ കുറച്ച് തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പോന്നിട്ടുണ്ടേനി. അങ്ങനെ ആങ്ങളക്കാക്ക് കൊടുത്തയച്ച കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് തുറന്നു നോക്കണതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ ഓൻ കുറച്ച് സ്പ്രേ ഒക്കെ കൊടുത്തയച്ചിനി. അതൊക്കെ എല്ലാരും ഓരോരുത്തരുടെ കൈമലൊക്കെ അടിച്ചു നോക്കിയിട്ട് ആർക്കാണ് ഇഷ്ടപ്പെട്ട സ്മെല്ലുകളൊക്കെ നോക്കിയിട്ട് ആ അഭ്യാസ പ്രകടനങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കണീന്റെ തിരക്ക് നാത്തൂന്റെ പേരിന്ന് ചക്ക കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ അതിന് 2 ചുളയും കൂടി എക്സ്ട്രാ എങ്ങനെ അകത്താക്കാം എന്നുള്ള പരീക്ഷണത്തിലായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.